നമ്മൾ റീസെൻ്റായിട്ട് ടൈലിൻ്റെ ഒക്കെ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുള്ള ഒരു വീട്ടിലെ വാഷ് ബേസിനാണിത്. ചെറിയൊരു വാഷ് ബേസിൻ ഏരിയ ആണ് ഈ കാണുന്നത്. ഈ ഒരു വാഷ് ബേസിൻ യൂണിറ്റിന് ലെങ്ത് വരുന്നത് 120 സെൻറ്റിമീറ്റർ ആണ്. വാഷ് ബേസിൻ്റെ രണ്ട് സൈഡിൽ നമ്മൾ ചെറിയ ടൈലാണ് ഫിക്സ് ചെയ്തിട്ടുള്ളത് രണ്ട് സൈഡിലും. അത് കൂടാതെ ഫ്രണ്ട് വാളിൽ നമ്മൾ 7 സെൻറ്റിമീറ്റർ വീതിയും 30 സെൻറ്റിമീറ്റർ നീളമുള്ള ഫ്ലൂട്ടഡ് ടൈപ്പിൽ വരുന്ന ഇമ്പോർട്ടഡ് ടൈലാണ് ഫിക്സ് ചെയ്തത്. അതിൻ്റെ മുകളിൽ ഫ്ലൂട്ടഡ് ടൈലിൻ്റെ മുകളിൽ ഒരു കോപ്പിംഗ് പോലെ നമ്മൾ ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രാനൈറ്റും ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാഷ് ബേസിൻ്റെ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ടുള്ളത് നമ്മൾ ടൈല് തന്നെയാണ്. ബീജ് കളറിൽ വരുന്ന കാർവിങ് ഫിനിഷിങ്ങിൽ വരുന്ന ടൈലാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ കൗണ്ടറിൻ്റെ മുകളിൽ നമ്മൾ ഇട്ടിട്ടുള്ളത്. അത് എഡ്ജ് നമ്മൾ 45 ഡിഗ്രി കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ എഡ്ജ് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ളത്. ഒരു സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു വാഷ് ബേസിൻ യൂണിറ്റ് ആണ് ഇത്. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഡിസൈനിൽ ഇല്ലാത്തൊരു കാര്യമാണ് നമ്മളിവിടെ ചെയ്തിട്ടുള്ള ടൈനി ടൈൽസ്. അത് നമ്മൾ ചെയ്യാൻ കാരണം ക്ലയൻറ്റ് റെക്കമെൻഡ് ചെയ്തതുകൊണ്ടാണ്. കാരണം രണ്ട് സൈഡിലുള്ള വാളിലും വെള്ളം തട്ടിയിട്ട് ചളി ആവണ്ട എന്ന നിലക്കാണ്.